ഇതിനെതിരെ ഓരോ മനുഷ്യനും പ്രതികരിക്കണം. കാരണം നാളെ നിങ്ങൾക്ക് ഇന്ന് 1-2 കോൾ വരികയാണെങ്കിൽ നാളെ നിരന്തരം കമ്പനികളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് അന്യൻ കടന്നു കയറി നിങ്ങളെ അലോസരപ്പെടുത്തുന്ന, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന നിരന്തരം കോളുകളിലൂടെ അൺവാണ്ടഡ് കോൾസ് നിങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് തടയാൻ കഴിയാത്ത വിധം രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടെങ്കിലും ആ നിയമത്തിനും അപ്പുറത്ത് പണത്തിനും ഇത് പരുന്തും പറക്കില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ പലരുമുണ്ട്. ഇവിടെ കുറച്ചൊക്കെ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് പരിചയമുള്ള ടെക്നിക്കലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നമ്മളെ പോലുള്ള ആളുകൾ നമുക്കത് ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരൻ മനുഷ്യൻ, അവൻ യൂട്യൂബിൽ ഇരുന്ന് ചില നിർദോഷമായിട്ടുള്ള വീഡിയോകൾ കാണുന്നു, ഫേസ്ബുക്കിലെ നിർദോഷമായിട്ടുള്ള വീഡിയോകൾ കാണുന്നു, അവന്റെ ലോകം അതിനകത്താണ്. അവന് കോൾ വരുന്നു, അവൻ അറ്റൻഡ് ചെയ്യുന്നു, അവൻ അത്യാവശ്യ കാര്യങ്ങൾ അറിയുന്നു. അതിനിടയ്ക്ക് 100 കണക്കിന് കോളുകൾ ഒരു ദിവസം അവന്റെ മൊബൈലിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് കരുതി അന്തം വിട്ടു നിൽക്കുന്ന ഒരു ജനതയെ നാളെ ഈ കേരളത്തിൽ കാണാൻ നമുക്ക് കഴിയും. ഈ ഒരു ഭീഷണി ഓരോ മനുഷ്യനും ഏറ്റെടുത്തുകൊണ്ട് ഈ തുടക്കത്തിലെ ഈ മുളയിലെ ഇത് നുള്ളേണ്ടത് അത്യാവശ്യമാണ്. നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ശല്യങ്ങൾ കടന്നു വന്നാൽ അതെങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാം? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, പതിവ് പോലെ എല്ലാ ദിവസവും പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്നും അറിയുന്നുണ്ട്. എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന, ശബ്ദമില്ലാത്ത അനേകരെ ബാധിക്കുന്ന, സാധാരണ സിവിലിയന്മാരെ, പൗരന്മാരെ ബാധിക്കുന്ന ഒരു ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് അതിന്റെ ഗൗരവം എത്രത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നോക്കൂ, എനിക്കൊരു കോൾ വന്നു. ഒരു 2 ദിവസമായിട്ട് നിരന്തരം കൊമേഴ്സ്യൽ ഫോൺ കോളുകൾ പരസ്യ കോളുകൾ വരികയാണ്. ഞാൻ എന്റെ മുഖപ്രസംഗത്തിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു. മഞ്ജു വാര്യരുടെ ശബ്ദത്തിൽ മൈജി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പരസ്യം നിരന്തരം വരികയാണ്. എനിക്കിന്ന് ശാരീരികമായിട്ടുള്ളൊരു വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇരിക്കുമ്പോൾ പോലും ഈ കോൾ വരികയാണ്. ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പോലും കോൾ വരികയാണ്. അപ്പോൾ എത്രയോ അത്യാവശ്യ ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന മക്കളായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കോൾ വരുന്നതെങ്കിൽ അവനത് ബുദ്ധിമുട്ടുണ്ടാക്കും. എനിക്കിത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഫോൺ നമ്പർ ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുക എന്ന് അന്വേഷിച്ചു. ഞാൻ കാര്യം ശരിയാണ്, മൈജി എന്ന് പറയുന്ന ഫോണിന്റെ ആക്സസറീസും ഫോണൊക്കെ വിൽക്കുന്ന വലിയൊരു സ്ഥാപനമാണ്. ഞാൻ കൽപ്പറ്റ മൈജിയിൽ നിന്ന് ഞാൻ ഫോണിന്റെ ആക്സസറീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതായിരിക്കാം എന്ന് കരുതി ഞാൻ ആ ഷോപ്പിലേക്ക് വിളിച്ചു. ആ ഷോപ്പിലേക്ക് വിളിച്ചപ്പോൾ വളരെ ധിക്കാരപരമായിട്ട് നിങ്ങൾ കണ്ട പോലെ കൂട്ടിക്കോ എന്ന്, നിങ്ങൾ ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതൊന്നും എൻ്റെ ഒരു പ്രശ്നമല്ല. ഞാനത് എൻ്റെ ഫോണിലേക്ക് ഞാൻ അറിയാതെ അങ്ങനെ കോൾ വരരുത്. അതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഫോണിൽ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ കരുതരുത്. അത് നോക്കണ്ട. എന്നെപ്പോലെ ഇന്ന് ഞാനാണെങ്കിൽ എന്നെപ്പോലെ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ അറിയാത്ത 100 കണക്കിന് ആളുകളുണ്ടാവും. അവർക്കൊക്കെ നിരന്തരം ഇന്നിപ്പോ മൈജി ആണെങ്കിൽ മറ്റൊരു അനവധി കോളുകൾ വരാമല്ലോ മറ്റ് അനവധി കമ്പനികളിൽ നിന്ന്. നിങ്ങൾ കണ്ട പോലെ കൂട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വെച്ചു. ഞാൻ അയാളുടെ ആ നമ്പർ അടക്കം ചെറിയൊരു പടി കൊടുക്കാം എന്ന് കരുതി ആ നമ്പർ അടക്കം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. അയാൾക്ക് ചിലപ്പോൾ അതിന്റെ ചെറിയ പണി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എത്ര പേർക്കെതിരെ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അവരുടെ ആ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ മുതലാളിമാർക്ക് ഇതൊന്നും ഒരു വിഷയമായിരിക്കില്ല. ഇത്തരം ചെറിയ നമ്മളുടെ ഭാഗത്തു നിന്ന് ഇത്തരം ചില ശല്യപ്പെടുത്തലുകൾ അവിടുത്തെ സാധാരണ തൊഴിലാളികൾക്കായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ ഡാറ്റ, ഫോൺ നമ്പറുകളൊക്കെ എങ്ങനെ ഇവർക്ക് കിട്ടി? അവിടെ ഞാൻ സാധനം മുൻപ് വാങ്ങിച്ചിട്ടുണ്ട്, ഇനി ഒരിക്കലും മൈജിയിൽ കയറില്ല എന്നും കൂടി ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതോടുകൂടി ഞാനോ എൻ്റെ ബന്ധു ജനങ്ങളിൽ ആരും ഇനി മൈജിയിൽ കയറില്ല എന്ന്, കയറുന്നവരെ നിരുത്സാഹപ്പെടുത്തും എന്നും ഈ ഒരു സംഭവത്തോടുകൂടി ഞാൻ മനസ്സിലുറപ്പിച്ചിട്ടുണ്ട്. അതല്ല ഒരു വിഷയം. ഞാൻ കരുതിയത് ഞാൻ അവിടെ മുൻപ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം ഈ നമ്പർ എനിക്ക് കിട്ടിയതെന്ന്. അങ്ങനെയല്ല. പക്ഷെ കുറിച്ച് കഴിയുമ്പോൾ നന്ദിലത്ത് ജി മാർട്ടിന്റെ പരസ്യം എൻ്റെ വാട്സപ്പിൽ വരുന്നു, മെസ്സേജായി, സാധാ ടെക്സ്റ്റ് മെസ്സേജായി വരുന്നു. അങ്ങനെ നന്ദിലത്ത് ജി മാർട്ടിൽ ഇതുവരെ ഞാൻ ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു സാധനവും ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു സാധനവും നന്ദിലത്ത് ജി മാർട്ടിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ എൻ്റെ നമ്പർ അവർക്ക് കിട്ടി? ഞാൻ മൈജിയെ അവിടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാമെന്ന് കരുതി. പക്ഷെ എൻ്റെ നമ്പർ അങ്ങനെ കിട്ടി. ഇവിടെയാണ് ഡാറ്റ ചോഷണം എന്നുള്ള വലിയൊരു ഭീതി നമ്മളുടെ മുമ്പിലുണ്ട്. ഇന്ന് നന്ദിലത്ത് ആയിക്കോട്ടെ, കല്യാൺ സിൽക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൈജി ആയിക്കോട്ടെ, അങ്ങനെ ഇവിടുത്തെ പല സ്ഥാപനങ്ങളിലും നമുക്ക് മെസ്സേജ് അയക്കുന്നു. നാളെ ഇതുപോലെ പലവിധ കമ്പനികൾ വരും, 100 കണക്കിന് കമ്പനികളും വരും. ഈ 100 കണക്കിന് കമ്പനികളുടെ മെസ്സേജുകളും വിളികളും നമ്മൾക്ക് വരും. നമ്മുടെ ജീവിതം ദുസ്സഹമായി മാറും. സാധാരണക്കാരന്റെ
ജീവിതം ദുസ്സഹമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ആരാണ് ഇവർക്ക് ഈ ഡാറ്റ നൽകുന്നത്? ഞാൻ പർച്ചേസ് ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏത് സ്ഥാപനത്തിലും എൻ്റെ നമ്പർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവേത് എനിക്ക് ഇതിലേക്ക് പരസ്യം വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാറ്. അത് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് കൊടുക്കാറ്. ഞാൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറുകയാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇത് ഒരു കസ്റ്റമർ കെയർ ഒരു സൗകര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. ഈ സ്ഥാപനത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കരുതിയത് അങ്ങനെ അവരെടുത്തതാണ്. ഇത് അങ്ങനെയല്ല. ഡാറ്റ ബ്രോക്കേഴ്സ് ഇത് വലിയ രീതിയിൽ എന്റെയും നിങ്ങളുടെയും എല്ലാം ഈ ഡാറ്റകൾ കൈവശപ്പെടുത്തി അത് വിൽക്കുന്നു ചില ആളുകൾ. അങ്ങനെ വേണം ഇത് കരുതാൻ. ഇത് തടയേണ്ടതാരാണ്? ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇത്തരം ഡാറ്റ വിൽക്കുന്ന ഒരു സംഭവം ഈ പിണറായി വിജയൻ സർക്കാർ, മുൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഭീതിയോടുകൂടി കേട്ടിട്ടുണ്ട്. ഇതിനെതിരെ ഓരോ മനുഷ്യനും പ്രതികരിക്കണം. കാരണം നാളെ നിങ്ങൾക്ക് ഇന്ന് 1-2 കോൾ വരികയാണെങ്കിൽ നാളെ നിരന്തരം കമ്പനികളുടെ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് അന്യൻ കടന്നു കയറി നിങ്ങളെ അലോസരപ്പെടുത്തുന്ന, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന നിരന്തരം കോളുകളിലൂടെ അൺവാണ്ടഡ് കോൾസ് നിങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് തടയാൻ കഴിയാത്ത വിധം രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടെങ്കിലും ആ നിയമത്തിന് അപ്പുറത്ത് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ പലരുമുണ്ട്. ഇവിടെ കുറച്ചൊക്കെ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് പരിചയമുള്ള കാര്യങ്ങൾ, ടെക്നിക്കലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നമ്മെ പോലുള്ള ആളുകൾ, നമുക്കത് ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരൊരു മനുഷ്യൻ, അവൻ യൂട്യൂബിൽ ഇരുന്ന് ചില നിർദോഷമായിട്ടുള്ള വീഡിയോകൾ കാണുന്നു, ഫേസ്ബുക്കിലെ നിർദോഷമായിട്ടുള്ള വീഡിയോകൾ കാണുന്നു. അവന്റെ ലോകം അതിനകത്താണ്. അവന് കോൾ വരുന്നു, അവൻ അറ്റൻഡ് ചെയ്യുന്നു, അവൻ അത്യാവശ്യ കാര്യങ്ങൾ അറിയുന്നു. അതിനിടയ്ക്ക് 100 കണക്കിന് കോളുകൾ ഒരു ദിവസം അവന്റെ മൊബൈലിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് കരുതി അന്തം വിട്ടു നിൽക്കുന്ന ഒരു ജനതയെ നാളെ ഈ കേരളത്തിൽ കാണാൻ നമുക്ക് കഴിയും. ഈ ഒരു ഭീഷണി ഓരോ മനുഷ്യനും ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ ഈ തുടക്കത്തിലെ ഈ മുളയിലെ ഇത് നുള്ളേണ്ടത് അത്യാവശ്യമാണ്. എനിക്കിതിന്റെ ടെക്നിക്കൽ വശങ്ങൾ കാര്യമായിട്ട് അറിയില്ല. ട്രായിയുടെ സംവിധാനത്തിൽ ഇതിനെ DND ആക്ടിവേറ്റ് ചെയ്ത് ഇല്ലാതാക്കാമെന്നല്ല ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്ര സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് പോകുക എന്നുള്ളത് സാധാരണക്കാരായ നമ്മെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കൃത്യമായിട്ട് ഇത് നിരോധിക്കണം. ഇത്തരം നമ്മുടെ ഡാറ്റകൾ ദുരുപയോഗം ചെയ്യുന്ന കമ്പനികൾ നമ്മുടെ അനുമതിയില്ലാതെ, അതുപോലെ തന്നെ നമുക്ക് ഇത് ഓൺലൈൻ പർച്ചേസിങ് ആയിട്ടുള്ള ഓൺലൈൻ കമ്പനികൾ, ഈ ഓൺലൈൻ കമ്പനികളിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ നമ്പർ കൊടുക്കാറുണ്ട്. ഈ നമ്പർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അവർ. ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം, നടപടി എടുക്കണം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇതൊരു സാധാരണക്കാരന്റെ അന്നന്നത്തെ അഷ്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ കൂടി അഭ്യർത്ഥനയും പ്രാർത്ഥനയുമാണ്. ഓരോ മനുഷ്യന്റെ നാളുകളിലുള്ള അവന്റെ ജീവിതത്തിന്റെ സമാധാനത്തിന് ഭംഗമുണ്ടാക്കുന്ന വിളികൾ വരാതിരിക്കാൻ ഇന്ന് നമ്മൾ കരുതലോടുകൂടി ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.